ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ബഹുനില മന്ദിരങ്ങളിൽ കയറുവാൻ നാം ലിഫ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഓരോ ലിഫ്റ്റിലും അതിൽ ഒരേ സമയം കയറാവുന്ന ആളുകളുടെ എണ്ണവും ഭാരവും എത്രയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൽ കൂടുതൽ ഭാരം വഹിക്കുവാൻ അതിന് ശക്തിയില്ല. അതിൻ്റെ നിർമ്മാതാക്കൾ ലിഫ്റ്റിൻ്റെ കഴിവ് പരിശോധിച്ച് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചില പാലങ്ങളുടെ മുൻപിൽ ആ പാലത്തിൽ കയറ്റാവുന്ന ഭാരത്തിൻ്റെ പരിധി എത്രയെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. പരിധിയിൽ കവിഞ്ഞ ഭാരം ആ പാലത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. വാഹനങ്ങളിലും അങ്ങനെയാണ്. ഓരോ വാഹനത്തിലും പരമാവധി കയറ്റാവുന്ന ഭാരത്തിൻ്റെ അളവും വാഹനത്തിൻ്റെ ഭാരവും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പരിധി അവഗണിക്കുകയോ ലംഘിക്കുകയോ ചെയ്താൽ വാഹനം ബ്രേക്ക് ഡൗൺ ആകും. ഇതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ഹൃദയത്തിന് താങ്ങാവുന്ന ഭാരപരിധിയുണ്ട്. ഓരോരുത്തരിലും ഇത് വ്യത്യസ്തമായിരിക്കും. നമുക്ക് വഹിക്കാവുന്നതിലേറെ ഭാരം ദൈവം നമ്മുടെ മേൽ വരുത്തുകയില്ല എന്ന ചിന്ത പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സഹായമാകും. നമ്മുടെ കഴിവും പ്രാപ്തിയും എത്രയെന്ന് നമ്മേക്കാൾ അധികമായി ദൈവത്തിനറിയാം. പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മുടെ കഴിവിന് അപ്പുറമാണെന്നും അത് നമ്മെ തകർക്കുമെന്നും ചിന്തിച്ച് നിരാശപ്പെടുകയോ തളരുകയോ ചെയ്യരുത്. നമുക്കാവശ്യമായ കഴിവും വിവേകവും സഹനവും ദൈവം യഥാസമയം നൽകും. കൈവിടിയാത്ത സ്നേഹവും പരാജയപ്പെടാത്ത വിശ്വസ്തതയുമാണ് ദൈവത്തിൽ നാം ദർശിക്കുന്നത്. മനുഷ്യജീവിതം വിജയത്തിനും പരാജയത്തിനും ഇടയിലൂടെ മുന്നേറുന്നു. വിജയം മാത്രമാണോ പരാജയം മാത്രമാണോ ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്നത്? ഒരിക്കലുമല്ല. എന്നാൽ ഓരോരുത്തരുടെയും ജയപരാജയങ്ങളോടുള്ള സമീപനവും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായിരിക്കും. ചിലർ സഹനശേഷി കൊണ്ട് പരാജയത്തെ പോലും വിജയമാക്കി തീർക്കാറുണ്ട്. മറ്റു ചിലർ കൈവന്ന വിജയത്തെ അഹങ്കാരം കൊണ്ട് പരാജയപ്പെടുത്താറുമുണ്ട്. തങ്ങളുടെ പരാജയങ്ങളും പാളിച്ചകളും ദൈവമുമ്പാകെ സമർപ്പിച്ച് ജീവിതത്തിൽ മുന്നേറുമ്പോൾ ആത്യന്തികമായ വിജയം കൈവരിക്കുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് ബലം നൽകും. സങ്കീർത്തനം 30:11. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.